ഏഷ്യ കപ്പിലെ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഏഷ്യ കപ്പിന്റെ ഏകദേശം ഫൈനൽ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഈ പറയുന്നത് പോലെ വളരെ പ്രതീക്ഷയിലാണ് ഇന്ത്യ ജയിക്കും എന്നുള്ളൊരു വളരെ വലിയ പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും ഇന്ത്യ ജയിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നതും. പക്ഷേ ചില കാര്യങ്ങളൊക്കെ മറഞ്ഞിരിക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതാണോ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ മത്സരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ഇപ്പോൾ കളി ജയിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു ഇന്ത്യൻ പ്ലെയേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ്. അതായത് IPL മത്സരങ്ങൾ കളിക്കുന്നു, ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ, നിരവധി അങ്ങനെയുള്ള എക്സ്പീരിയൻസ്. അതായത് IPL തന്നെ കാണുമ്പോൾ നമുക്കറിയാം ലോകോത്തര താരങ്ങളുമായിട്ടുള്ളൊരു മത്സരങ്ങളാണ് IPL വരുന്നത്. അപ്പൊ അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ്. അതായത് ഇപ്പം കുട്ടി ക്രിക്കറ്റിന്റെ തന്നെ രാജാവ് എന്ന് പറയുന്നത് IPL ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പം ആ ഒരു ക്രിക്കറ്റ് കളിച്ചുള്ള ഒരു എക്സ്പീരിയൻസ്, അതായത് കളിച്ചു തുടങ്ങുന്ന IPL ക്രിക്കറ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ക്വാളിറ്റി നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ എല്ലാ പ്ലേയേഴ്സിലും ഉണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ത്യ ജയിക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ പറയുന്ന എതിർ ടീമുകളും ഇപ്പൊ കളിക്കുന്ന ബംഗ്ലാദേശ്, അവർക്കും ഈ പറയുന്ന പോലെ ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരുടെ 11-ലെ ഈ പറയുന്ന പോലെ 11 പേരും ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിക്കുകയും അല്ലെങ്കിൽ IPL കളിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം കാരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒത്തിരി വീഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് മാത്രമാണ് തോന്നിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് ഒരു പക്ഷെ തോന്നിയേക്കാം. പക്ഷെ വിജയം നമ്മളിപ്പോ തോൽക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഇന്ത്യന്റെ ഇപ്പൊ ഈ ഒരു രീതിയിൽ ഫൈനലിലോട്ട് പോയാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഫൈനലിൽ വരാനുള്ള സാധ്യതയുണ്ട്. പാകിസ്ഥാൻ നമുക്കൊരു എതിരാളികളെ അല്ല, പക്ഷേ നമ്മൾക്ക് അറിയാമല്ലോ ആ ഒരു മത്സരത്തിന്റെ ആ ഒരു ഇതല്ല, നമുക്ക് അതിന് പുറത്തുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വളരെ നമ്മൾ ഇറിറ്റേറ്റിംഗ് ആണ്. പാകിസ്ഥാനായിട്ട് നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല, അതുപോലെ തന്നെ നമുക്ക് ദേഷ്യമാണ്. ഈ പറയുന്ന പോലെ അങ്ങനൊരു ഒരു റൈവലറി എന്നൊക്കെ പറയുന്ന ആ ഒരു സെറ്റപ്പ് ഇല്ല ഇപ്പോ. അപ്പം നമുക്ക് ഭയങ്കര വെറുപ്പാണ് ഇപ്പം പാകിസ്ഥാനായിട്ട് വീണ്ടും അവരെ കാണേണ്ടി വരിക, വീണ്ടും അവരുടെ അടുത്ത് കളിക്കേണ്ടി വരിക. ഇത് വളരെ വെറുപ്പുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം. പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രഷർ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ പ്രഷറിനകത്ത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു 3-4 പോയിന്റ് ഉണ്ട്. ഈ പോയിന്റുകൾ കൊണ്ട് അത് ക്ലിയർ ചെയ്യാതെ നമ്മൾ ആ ഫൈനലിലോട്ട് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കാലിടറാൻ അല്ലെങ്കിൽ നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്. എന്റെ ആഗ്രഹം അങ്ങനെയൊന്നും നടക്കരുതെന്നാണ്. പക്ഷേ അത് നമുക്ക് നോക്കി തന്നെ കാണണം, കാരണം അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബാറ്റിംഗ് ലൈനപ്പിന്റെ ഡെപ്ത് വളരെ കൂടുതലാണ്. 8 ബാറ്റർമാരാണ് അല്ലെ, അത്യാവശ്യം ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ പ്രാപ്തിയുള്ള 8 ബാറ്റർമാർ നമുക്കുണ്ട്. അക്സർ പട്ടേൽ വരെ, അഭിഷേക് ശർമ്മ മുതൽ അക്സർ പട്ടേൽ വരെ നമുക്ക് 8 പേരുണ്ട്. പക്ഷേ ഇവിടെ അഭിഷേക് ശർമ്മയും ഗില്ലും തുടങ്ങുന്ന തുടക്കം, അതേപോലെ തന്നെ ആ മൊമെന്റം കീപ്പ് ചെയ്യാൻ മറ്റുള്ള ബാറ്റർമാർക്ക് കഴിയുന്നില്ല. നിങ്ങൾക്ക് അത് എത്ര പേർക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ. പക്ഷേ അഭിഷേക് ശർമ്മ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര മെല്ലപ്പോക്കാണ്, നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിയാണ്. ഈ പറയുന്ന പോലെ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിലും നമ്മൾ ഏകദേശം 77 റൺസ്, 6.2 ഓവറിൽ 77 റൺസാണ് നമ്മൾ നേടിയിട്ടുള്ളത്. അവിടുന്ന് പിന്നെ കളി വളരെ ഈ പറയുന്ന പോലെ ഡൗൺ ആവുകയാണ് അല്ലേ. അവിടുന്ന് നമുക്ക് 68 റൺസ് എടുക്കാൻ കഴിയുന്നുള്ളൂ. ഡെത്ത് ഓവറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബാറ്റ് ചെയ്യാൻ കഴിയുന്നേ ഇല്ല. മധ്യ ഓവറുകളിലൊക്കെ നമുക്ക് റൺസ് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതൊക്കെ, ബൗണ്ടറികൾ കണ്ടെത്താൻ കഴിയുന്നില്ല. 24-25 ബോള് കഴിഞ്ഞിട്ടാണ് ഈ കഴിഞ്ഞ മത്സരത്തിൽ എനിക്കൊന്ന് 15-16 ഓവറിലൊരു ബൗണ്ടറി പോകുന്നത്. അപ്പം ഇത്രയും ഡെപ്ത് ഉള്ള ഒരു ടീമിന്റെ, ബാറ്റിംഗ് ഡെപ്ത് ഉള്ള ഒരു ടീമിന്റെ സിറ്റുവേഷൻ അവസ്ഥ നോക്കണം. 24-25 ബോൾ വേണ്ടി വരുന്ന ഒരു ബൗണ്ടറി അടിക്കാൻ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയൊരു പരാജയമാണ്, അല്ലെങ്കിൽ ഒരു പോരായ്മ തന്നെയാണ്. അത് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്തൊക്കെ കൊണ്ട് നമ്മൾ കളി ജയിക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്. അപ്പം ആ ഒരു മൊമെന്റം അഭിഷേക് ശർമ്മയും ഗില്ലും തുടങ്ങുന്ന നല്ലൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട്, ആ മൊമെന്റം അതേപോലെ കീപ്പ് ചെയ്യാൻ ബാക്കിയുള്ള 6 പേർക്കും കഴിയാതെ പോകുന്നു എന്നുള്ളത് വളരെ ഈ പറയുന്ന പരാജയമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ ഉണ്ട്. ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ ഉണ്ടായിട്ട് പോലും ഇല്ലേ, നമുക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ടായിട്ട് പോലും നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ 2-3 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഡൗൺ ആവുകയാണ്. അങ്ങനെ ഡൗൺ ആവുകയാണെങ്കിൽ നമുക്ക് 7 ബാറ്റർ വെച്ച് ഇറങ്ങിയപ്പോലെ ഒരു എക്സ്ട്രാ ബോളറിനൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനെല്ലാം 8 ബാറ്റർ വെച്ച് നോക്കിയിട്ടും നമുക്ക് കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം, അല്ലെങ്കിൽ നമ്മുടെ ബാറ്റിങ്ങിനകത്ത് കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം കാണുന്നില്ല. 8 ബാറ്റർ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ.
അല്ലാണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഗുണം നമുക്ക് കാണുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എനിക്ക് ഇനി വരാൻ അധികം ബാറ്റർമാരുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അറ്റാക്ക് ചെയ്ത് കളിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രഷർ തിരിച്ച് ബോളർമാർക്ക് കൊടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഈ പറയുന്ന ഇന്ത്യൻ ടീമിന്റെ മറ്റുള്ള താരങ്ങൾക്ക് ഇല്ലാണ്ടായി പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അഭിഷേക് ശർമ്മ മാത്രമാണ് അത്രയും അഗ്രഷനോടെ കളിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും അറ്റാക്കിംഗ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് മെന്റാലിറ്റി പുറത്തെടുക്കുന്നത്. അതിനുശേഷം വേറെ ആരും ഇല്ല. ബാക്കിയുള്ളവരെല്ലാം നോർമലി വെരി ആവറേജ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അപ്പൊ അത് എനിക്കൊരു വളരെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പ്രഷർ സിറ്റുവേഷനിലെ ഇന്ത്യയുടെ ഫീൽഡിംഗ് ആണ് ഏറ്റവും മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ക്യാച്ചുകൾ, അതാണ് ഇപ്പം കഴിഞ്ഞ നമുക്കറിയാം പാകിസ്ഥാനായിട്ടുള്ള കളികളിൽ പ്രധാനപ്പെട്ട 4 ക്യാച്ചുകൾ വിട്ടു അല്ലേ. അതിനകത്ത് അവരുടെ 50 അടിച്ചുള്ള അവരുടെ ഓപ്പണർ, പേര് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർക്കാൻ താല്പര്യമില്ല. അപ്പൊ ആ ഓപ്പണർ 0 പുറത്താകേണ്ടതാണ്. അവിടെ അഭിഷേക് ശർമ്മ ഒരു ക്യാച്ച് കളഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തന്നെ പല ക്യാച്ചുകൾ ആ ടീമിന്റെ പാകിസ്ഥാനായിട്ടുള്ള പല ക്യാച്ചുകൾ 4 ക്യാച്ചുകളോളം നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ അതിന് മത്സരശേഷം സൂര്യകുമാറിനോട് ചോദിച്ചപ്പോഴും സൂര്യ പറയുന്നത് അത് വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല, അതൊക്കെ ഒരു മാച്ചിന്റെ ഇടയിൽ നടക്കുന്നതാണ്. ഇങ്ങനെ മാച്ചിന്റെ ഇടയിൽ നടക്കാൻ പാടില്ല. 1 2 ഓക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ കയ്യിൽ വന്നിട്ടുള്ള ക്യാച്ചുകൾ കൊണ്ട് കളയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ മത്സരത്തിലും അതേപോലെ തന്നെയാണ് അല്ലേ. അതിന്റെ അവരുടെ സൈഫ് ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഇപ്പം 50 അടിച്ചിട്ടുള്ള ഈ ബംഗ്ലാദേശിന്റെ ഈ പറഞ്ഞുള്ള പ്ലെയർ, അദ്ദേഹത്തിന്റെ ഓപ്പണറാണ്. അദ്ദേഹത്തിന്റെ മാത്രമായിട്ട് 3 ക്യാച്ചുകളാണ് മിസ്സാക്കിയിട്ടുള്ളത്. ഇതിനൊക്കെ ഒന്നും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇത് വളരെ ഈ പറയുന്ന പോലെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ പറയാനുള്ളത്. അപ്പൊ ആ ഒരു ഫീൽഡിംഗ് പ്രഷർ സിറ്റുവേഷനിൽ ക്യാച്ചുകൾ എടുക്കാനായിട്ടുള്ളൊരു ഒരു എബിലിറ്റി നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. മൂന്നാമത് പറയാനുള്ള കാര്യം സൂര്യകുമാർ യാദവിന്റെയാണ്. ക്യാപ്റ്റൻസി ഒന്നുമല്ല, ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ അദ്ദേഹം നമുക്കറിയാം 360 ഡിഗ്രി കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അല്ലെ. മിസ്റ്റർ 360 ഡിഗ്രി എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് ഒരു ഷോട്ട് ഉണ്ട്, നമുക്ക് ഈ ബാക്കിലോട്ട് ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് വിടുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതാണ് അദ്ദേഹം വന്ന ഫസ്റ്റ് ബോൾ മുതല് പോകുന്ന നിമിഷം വരെയും എവിടെ ബോൾ വന്നാലും അവിടെ കളിക്കാനാണ് നോക്കുന്നത്. പിന്നെ എന്തിനാണ് 360 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുന്നേ? വരുന്ന ബോൾ വരുന്നിടത്തോട്ട് കളിക്കുക. അല്ലാണ്ട് ഇവിടെ എനിക്ക് ഷോട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇവിടെ തരൂ, ഞാൻ ഇവിടെ അടിച്ചോളാം, ഇതില്ലെങ്കിൽ എനിക്ക് റൺ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ടാണ് സൂര്യകുമാർ യാദവ് പോകുന്നത്. അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് വളരെ പോരായ്മയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം കുറച്ചുകൂടെ അദ്ദേഹത്തിന് എല്ലായിടത്തും കളിക്കാനുള്ള ഒരു എബിലിറ്റി ഉള്ളൊരു താരമാണ്, അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും ഈ പറയുന്ന പോലെ 1 ഡൗൺ ആയിട്ട് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ 4ാം സ്ഥാനത്തോട്ട് ഇറങ്ങുമ്പോഴത്തേനും ഈ പറയുന്ന പോലെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും. വിരാട് കോഹ്ലിയേക്കാണ് നമ്മൾ ആ സമയത്ത് എന്താ പറയുക, നമുക്കത് മിസ് ചെയ്യുന്നത്. കാരണം ആ ഒരു റൺ റേറ്റ് കീപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നില്ല സൂര്യകുമാർ യാദവിന്. അതായത് ഭയങ്കര പ്രഷർ ആക്കുക എന്നല്ലാണ്ട് അദ്ദേഹം ഒറ്റ ഷോട്ടിന് മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. എന്റെ സ്ട്രോങ് സൈഡ് ഇതാണ്, ഞാൻ ഇവിടെ മാത്രമേ കളിക്കത്തുള്ളൂ, എനിക്ക് ഇവിടെ ബോൾ തരൂ, ഇല്ലെങ്കിൽ എനിക്ക് റൺ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യകുമാറിന്റെ. ആ മെന്റാലിറ്റിയാണ്, അതാണ് സൂര്യകുമാർ യാദവ് മാറ്റേണ്ടത്. അപ്പൊ അത് തീർച്ചയായിട്ടും പാകിസ്ഥാനുള്ള ഒരു മത്സരത്തിൽ 40-46 റൺസ് എടുത്തെങ്കിൽ പോലും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മത്സരം എനിക്കത് ഇതായിട്ടില്ല സൂര്യകുമാർ യാദവിന്റെ എബിലിറ്റി വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഇവിടെ ആണെങ്കിൽ തന്നെയും ഈ മത്സരത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ റൺ എടുക്കാൻ വളരെ ബുദ്ധിമുട്ട്, ബാറ്റിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അപ്പം അത് വളരെ ഒരു പോരായ്മ തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു ബൗണ്ടറി പോലും സൂര്യകുമാർ യാദവ് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഈ ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരത്തിൽ. അപ്പം അത് സൂര്യകുമാർ യാദവ് ആ സൈഡ് മാത്രം ഈ പറയുന്നത് നോക്കുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. മറ്റുള്ള സ്ഥലങ്ങളോട് കളിക്കാൻ കഴിയും, അതുകൊണ്ട് കുറച്ചുകൂടി യൂസ് ചെയ്യുക, അദ്ദേഹത്തിന്റെ സ്കില്ല് അദ്ദേഹം കുറച്ചുകൂടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അടുത്ത 4ാമതായിട്ട് പറയാനുള്ളത് ബുംറയുടെ ഒരു ബോളിംഗ് തന്നെയാണ്. വളരെ മോശമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് ഒമാന്റെ താരങ്ങൾ വരെയും എടുത്തിട്ട് പഞ്ഞിക്കിടുന്ന രീതിയിൽ ഈ പറയുന്നതിൽ ബുംറ തരം താഴുന്ന രീതിയിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു പോരായ്മയാണ്. കാരണം നമുക്ക് ഒരു എക്സ്ട്രാ ബോൾ നമുക്ക് പറയാനായിട്ടുള്ള ഒരു മെയിൻ ബോളർ ബുംറ മാത്രമാണ്. അദ്ദേഹം കൂടി നിറം മങ്ങുമ്പോൾ ഈ പറയുന്ന ടീമിന്റെ കരുത്ത് നഷ്ടപ്പെടുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന പോലെ മറ്റുള്ള താരങ്ങളൊക്കെയും അത്യാവശ്യം ആ നിലയിൽ, ഇപ്പൊ ഒരാൾ പോയി കഴിഞ്ഞാൽ ദുബൈ നല്ലപോലെ എറിയുന്നു, ദുബൈ പോയി കഴിഞ്ഞാൽ കുൽദീപ് യാദവ് നല്ലപോലെ എറിയുന്നു, അല്ലെങ്കിൽ അക്ഷർ പട്ടേൽ എറിയുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കളികളിൽ കയറി വരുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ബുംറയെ സംബന്ധിച്ച് ഒരൊറ്റ രീതിയിലാണ് ഈ ബുംറയുടെ ബോൾ പോകുന്നത്. ഈ പറഞ്ഞ പോലെ ഔട്ട്സിങ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ റൈറ്റ് ഹാൻഡ് ബാറ്റ് ആണെങ്കിൽ ബോൾ എവിടെ നിന്നാ വരുന്നറിയോ, അവിടുന്ന് ഇങ്ങോട്ട് വരും.
മനസ്സിലായോ? ആ ഒരു രീതിയിലാണ് ബുംറയുടെ എല്ലാ ബോളും. 6 ബോളുകളിൽ ഒരു 4 ബോളും ഈ സെയിം പാറ്റേൺ ആണ് ബോൾ വരുന്നത്. ഇവിടെ കുത്തി അങ്ങോട്ട് പോകുന്നു, ഇവിടെ കുത്തി അങ്ങോട്ട് പോകുന്നു. ആ ഒരേ സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിലും റൈറ്റ് ഹാൻഡ് ആണെങ്കിലും ഒരേ സൈഡിൽ നിന്ന് എറിയുന്നു, ഒരേ ബോൾ തന്നെ പോകുന്നു. ഇടയ്ക്കൊരു യോർക്കർ വന്നാൽ ഭാഗ്യം എന്നുള്ള രീതിയിലാണ്. അല്ലാത്ത പക്ഷം യാതൊരു വേരിയേഷൻസും ബുംറയുടെ ബോളിങ്ങിൽ കാണുന്നില്ല. ഒരു ബോള് ബാറ്റ് കിട്ടാതെ പോയി കഴിഞ്ഞാൽ ബുംറ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. കുറച്ചുകൂടെ ബാറ്റർക്ക് പ്രഡിക്റ്റബിൾ ആണെന്നുള്ളതാണ് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം. കാരണം ചെറിയ താരങ്ങൾ മുതൽ വലിയ താരങ്ങൾ വരെ എടുത്തിട്ട് എന്നുള്ള രീതിയിൽ ഇപ്പൊ എനിക്ക് ഈ ബംഗ്ലാദേശിലുള്ള കളിയാണ് കുറച്ചെങ്കിലും ഈ പറയുന്ന പോലെ നല്ല രീതിക്ക് ബുംറയുടെ സ്പെല്ല് വന്നിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും അവസാന ഓവറുകളിലൊക്കെയും ഈ പറയുന്ന പോലെ ബുംറ അടിമേടിക്കുന്നുണ്ട്. അപ്പം അത് വളരെ പ്രഡിക്റ്റബിൾ ആണ്. അതായത് നമുക്കൊരു ഒരു ഓവറിനകത്തെ ഒരു 3 ബോളെങ്കിലും അദ്ദേഹത്തെ നമുക്ക് തീർച്ചയായിട്ടും തല്ലാൻ പറ്റും. കാരണം നമ്മൾ വിചാരിച്ച ബോളായിരിക്കും ആ 3 ബോളും വരാൻ പോകുന്നത്. കാരണം അത് അത്രയും ഒരു പ്രഡിക്റ്റബിൾ ആണ്. ബുംറയുടെ ബോൾ ഇങ്ങനെ കുത്തി ഇങ്ങോട്ട് വരും, കുത്തി ഇങ്ങോട്ട് വരും അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ബാറ്റ് ചെയ്താൽ കുത്തി അദ്ദേഹത്തിന്റെ വെളിയിലോട്ട് ഓഫ് സൈഡിലോട്ട് പോകും. റൈറ്റ് ഹാൻഡ് ബാറ്റർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ കുത്തി അങ്ങോട്ട് പോകും. അപ്പൊ ആ ഒരൊറ്റ പൊസിഷനും ഒറ്റ വേരിയേഷനുമാണ് ബുംറ മാക്സിമം യൂസ് ചെയ്യുന്നത്. അപ്പം അതൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ബുംറ കുറച്ചുകൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണലി എനിക്ക് ബുംറയുടെ ഈ പറയുന്ന പോലെ പെർഫോമൻസ് എനിക്ക് വളരെ ശോകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത്തരത്തിൽ നമുക്കൊരു ഇന്റർനാഷണൽ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആ ഒരു നിറമങ്ങിയ രീതിയിൽ, ശരിയാണ് എല്ലാ മത്സരങ്ങളിലും കളിക്കാൻ പറ്റത്തില്ല, ഓരോ ദിവസം ഓരോരുത്തരുടെ ആയിരിക്കും. പക്ഷെ ഇത് വളരെയധികം ഡിസപ്പോയിന്റിങ് ആണ്. ഇപ്പൊ തന്നെ നമുക്ക് ബുംറ നമുക്ക് പറയാൻ ഈ പറയുന്ന പോലെ നമുക്ക് പറ്റുന്നില്ല. കാരണം അത്രത്തോളം ഈ പറയുന്ന പോലെ നിറം മങ്ങുന്ന പ്രകടനമാണ് ബുംറയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതൊരു വലിയ പ്രശ്നം തന്നെയാണെന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നത്. വളരെ പ്രഡിക്റ്റബിൾ ആണ് ബുംറയുടെ ബോളുകൾ അങ്ങനെ ആയി വരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്ലെയർ ഇപ്പൊ അവസാന വിക്കറ്റ് മുസ്തഫിസറിന്റെയും മറ്റേ തൻസീമോ അദ്ദേഹത്തിന്റെ വിക്കറ്റ് പോലും എടുക്കാൻ ബുംറയ്ക്ക് കഴിയുന്നില്ല. അപ്പൊ അത് വളരെ ഈ പറയുന്ന പോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നോ ലോജിക് ആയിട്ടുള്ളൊരു ചേഞ്ചസുകളാണ് ഈ പറയുന്ന പോലെ സൂര്യകുമാർ യാദവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ സഞ്ജുവിന് 7 ബാറ്റർമാർ ഇറങ്ങിയിട്ട് സഞ്ജുവിന് സ്ഥാനമില്ല. ടോപ്പ് 3യിൽ ബാറ്റ് ചെയ്യേണ്ട സഞ്ജുവിനെ ഈ പറയുന്ന പോലെ 5-6 വിക്കറ്റ് പോയിട്ടും ഇറങ്ങാൻ കഴിയുന്നില്ല. 5 വിക്കറ്റ് പോയിട്ടും ഇറക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സൂര്യകുമാർ യാദവ് ഇതുപോലെ സഞ്ജുവിന്റെ അടുത്ത് പറഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം സഞ്ജു പറഞ്ഞു, ഇതുപോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ടീം പറഞ്ഞു, സഞ്ജു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു പൊസിഷനാണ്, പക്ഷെ ടീമിന് വേണ്ടിയിട്ടുള്ള ഗുണപരമായിട്ടൊരു ഇത് നീ ചെയ്യുക എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം കുറച്ചുകൂടെ നേരത്തെ ഇറക്കി വിടുക എന്നത് മാറ്റി നിർത്തുക. അതായത് ടോപ്പ് 3യിൽ ബാറ്റ് ചെയ്യേണ്ട ഒരു പ്ലെയറെ മാക്സിമം നേരത്തെ ഇറക്കുക. ടോപ്പ് 3യിൽ ഇറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനോട് 4ഓ 5ഓ എങ്കിലും ഇറക്കുക എന്നുള്ളത് വിട്ടിട്ട് 8ാം സ്ഥാനത്തോട്ട് മാറ്റി ഇരുത്തുന്നു എന്നുള്ളതാണ്. അതായത് 3 സെഞ്ചുറിയുള്ള ഒരു പ്ലെയറിനെ മാറ്റിയിരുത്തിയിരിക്കുകയാണ്. അത് വളരെ ഈ പറയുന്ന പോലെ അതുകൊണ്ട് ശിവൻ ദുബെ എന്ത് കാര്യത്തിനാണ് ശിവൻ ദുബെ ഈ പറയുന്ന 1 ഡൗൺ ആയിട്ട് ഇറക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? അതായത് ഈ ഡെത്ത് ഓവറുകളിൽ ബാറ്റ് ചെയ്യാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അത് ബാറ്റ് ചെയ്യാൻ ശീലമുള്ള ആൾക്കാരെ ഈ പറയുന്ന 1 ഡൗൺ മുതൽ താഴോട്ട് ഇറക്കുകയും ടോപ്പ് 3യിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ളവരെ ഈ പറയുന്ന പോലെ ഏറ്റവും അവസാനം ഇറക്കാൻ ഇരിക്കുകയും ചെയ്യുന്നത് എത്ര ഈ പറഞ്ഞ ലോജിക്കില്ലാത്ത പരിപാടിയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. അതിന്റെ പിന്നിൽ എന്ത് തന്നെ ഉദ്ദേശമുള്ള ഒരു നല്ലതല്ല. കാരണം ഒരു ബാറ്ററിന്റെ ടച്ച് കളയുന്നതാണ്. എത്ര വലിയ നിങ്ങൾ എക്സ്പെരിമെന്റ് നടത്തിയാലും ഒരു ബാറ്ററിന്റെ ടച്ച് പോകാനായിട്ടുള്ളൊരു കാരണം മൈൻഡ് സെറ്റ് മാറുകയാണല്ലേ. ഇപ്പം ടോപ്പ് 3യിൽ ബാറ്റ് ചെയ്യുന്ന പോലെ മൈൻഡ് സെറ്റിലല്ല ഈ പറയുന്ന ഡെത്ത് ഓവറിൽ ബാറ്റ് ചെയ്യേണ്ടത്. അപ്പൊ മൈൻഡ് സെറ്റ് മാറി കൺഫ്യൂഷൻ അടിച്ച് പറയുന്ന പോലെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലോട്ട് ബാറ്റർമാരെ മാറ്റാൻ പറ്റും. ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നോക്കുകയാണെന്ന് മാത്രം പറയല്ലേ, സൂര്യ നിൽക്കുമ്പോൾ തന്നെ ഹർദിക് പാണ്ഡ്യ ഇറങ്ങിയിട്ടുണ്ട്, 2 പേരും റൈറ്റ് ഹാൻഡ് ബാറ്റർമാർ വന്നിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അക്സർ പട്ടേലിനെ ഇറക്കുന്നു. എന്നിട്ട് പോലും സഞ്ജുവിന് അവസരം ഇല്ലെങ്കിൽ അത് വളരെ ഈ പറയുന്നതല്ല. അതിനകത്ത് എന്ത് പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും എന്താണെങ്കിലും ടീമിന് അത് അത്രയും ഗുണകരമായിട്ടുള്ളൊരു കാര്യമല്ല. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇങ്ങനെ നോ ലോജിക് ആയിട്ടുള്ള ഒരു ചേഞ്ചസുകൾ വരുത്തുന്നത്. പിന്നെ ഡെത്ത് ഓവറുകളിൽ പറയുന്ന പോലെ നല്ലപോലെ ബോൾ ചെയ്യാനായിട്ട് ഇന്ത്യൻ ബോളേഴ്സിന്, അതായത് നമുക്കറിയാമല്ലോ ഡെത്ത് ഓവറിൽ ബുംറയ്ക്ക് ഒരു ഓവറേ ഉള്ളൂ, ആ ഓവറും ബുംറ അടി മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെത്ത് ഓവറിലോട്ട് നമുക്ക് എറിയാനായിട്ട് ബോളർ ഇല്ല. നമുക്കൊരു എക്സ്ട്രാ ബോളറോടെ കിട്ടുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷെ അതില്ലാത്ത പക്ഷവും ഈ പറയുന്ന ബുംറയ്ക്ക് പവർ പ്ലേയിൽ 3 ഓവർ കൊടുക്കേണ്ട ഒരു ഗതികേടിലോട്ട് പോകുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് ബുംറയ്ക്ക് അവസാനം ഒരു 2 ഓവർ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ബുംറയ്ക്ക് കൊടുക്കാനായിട്ടുള്ളൊരു ഓവറുകൾ 2 ഓവറുകൾ ബാക്കി വെക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്താൻ പറ്റാത്തത് ഈ പറയുന്ന പോലെ ടീമിന്റെ ഒരു വലിയൊരു പോരായ്മ തന്നെയാണ്. അപ്പൊ ഡെത്ത് ഓവറിലൊക്കെയും റണ്ണ് ഈ പറയുന്ന പോലെ വിട്ടുകൊടുക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഡെത്ത് ഓവറിൽ ബാറ്റ് ചെയ്യുമ്പോൾ റൺ എടുക്കാൻ കഴിയാതെ
വരുന്നു ബാറ്റർമാർക്ക്. ഇതൊക്കെയും വളരെ വളരെ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.